അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനുഫ വേർഡ്. ഷനുഫ വേർഡിൽ പറഞ്ഞു നിർത്തിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതത്തോടു കൂടി അവിടുത്തെ പ്രിയ ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. പ്രതീക്ഷകൾ കൂടി വരികയാണ്. വധുവിനും വരനെയും പ്രായവ്യത്യാസമുണ്ട്. വരൻക്ക് പ്രായം ഏകദേശം 85 കഴിഞ്ഞിട്ടുണ്ട്. വധുവോ ചെറുപ്പക്കാരി. മനസ്സുകൾ ഒന്നായി സ്നേഹസാഗരമായി ഒരു കുഞ്ഞിനെ നൽകാൻ എനിക്ക് കഴിയണം. അതാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ചിന്ത. എന്നിൽ നിന്നുണ്ടായ കുഞ്ഞിനെ കണ്ടിട്ട് പ്രായമായ ദമ്പതികൾ സന്തോഷിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. താൻ ഗർഭിണിയായിരിക്കുന്നു. സന്തോഷവാർത്ത സാറാ ബീവി റളിയല്ലാഹു അൻഹ അറിയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവാകാൻ പോകുന്നു. അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് പ്രവാചകനെയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ശ്രേഷ്ഠമായ പരമ്പര വരാൻ പോവുകയാണ്. ഒരു പ്രവാചകനിൽ നിന്നാണ് അറബ് വംശം രൂപകൊള്ളാൻ പോകുന്നത്. ഹാജറ ബീവിയെ ഒരു മലക്ക് സമീപിച്ചു. നന്മകൾ നിറഞ്ഞ കുഞ്ഞിനെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന കുഞ്ഞാണിത്. നിങ്ങളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് ഒരു നബിയായി തീരും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ എന്ന പേരിടണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ലോക പ്രസിദ്ധനാകും. നല്ല സന്താന പരമ്പരമുണ്ടാകും. ലോകത്തിൻ്റെ സകല ദിക്കുകളെയും അവർ എത്തിച്ചേരും. അവർ എവിടെയായാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്മായിലിൻ്റെ പരമ്പരയിൽ വരും. മലക്കിൻ്റെ സംസാരം കേട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അതിശയിച്ചു പോയി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷിച്ചു. താൻ എത്ര ഭാഗ്യവതിയാണ്. ഞാനും എൻ്റെ കുടുംബവും എക്കാലത്തും അനുസ്മരിക്കപ്പെടുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സുഖപ്രസവം ആകേണമേ. അനുഗ്രഹത്തിൻ്റെ മലായികകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. പ്രസവം നടക്കേണ്ട മുറി. ആ മുറിയിൽ പ്രസവം നടത്തുന്ന പെണ്ണുങ്ങൾ കയറി വരികയാണ്. മുറിയുടെ വാതിൽ അടഞ്ഞു. പുറത്ത് ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അനുഗ്രഹിത ശിശു പിറന്നു. പെണ്ണുങ്ങളുടെ കണ്ണുകൾ തിളങ്ങു. എന്തൊരഴകുള്ള കുഞ്ഞിയാണിത്. കുഞ്ഞിയെ തുണിയിൽ പൊതിഞ്ഞു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ തുറന്നു. കുഞ്ഞിനെ നോക്കി വാത്സല്യം നിറഞ്ഞ നോട്ടം. സ്ത്രീജന്മം സഫലമായി. എനിക്കിത് കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. കുഞ്ഞിനെയും തള്ളനെയും ആശംസിക്കുന്നു. വിരുന്നുകാർ സൽക്കരിക്കുന്നു. അങ്ങനെയൊരു ചടങ്ങം തുടങ്ങിവെച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. കുഞ്ഞിനെ കണ്ടിട്ടും മതി വരുന്നില്ല. വനിതകൾ കുഞ്ഞിനെ കൈമാറുന്നു. ഓരോരുത്തരായി എടുക്കുന്നു, ഓമനിക്കുന്നു. ലാലനയുടെ നിമിഷം. കുഞ്ഞിനെ വർണ്ണിക്കാൻ പെണ്ണുങ്ങൾക്കെന്തൊരാവേശം. ഗ്രാമത്തിലാകെ കുഞ്ഞിനെ കുറിച്ചുള്ള വാർത്തകൾ. ആൾ ഒഴുകിക്കിട്ടുന്ന അപൂർവ നിമിഷങ്ങളിൽ അപ്പോൾ കുഞ്ഞിനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വാരിയെടുക്കുന്നു. എന്നിട്ട് മുലപ്പാൽ നൽകുന്നു. മനസ്സിൽ നിറയെ സന്തോഷം. അപ്പോഴാണ് കണ്ണീരായി ഒഴുകുന്നു. തൻ്റെ മോൻ ഒരു സമൂഹത്തിൻ്റെ പ്രവാചകനാണ്. വേണ്ടപ്പെട്ടവരെല്ലാവരുടെ സാന്നിധ്യത്തിൽ വെച്ച് കുഞ്ഞിനെ പേരിട്ടു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരു വലിയ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും കുഞ്ഞിനെയും ജനവാസമില്ലാത്ത ഒരു നാട്ടിലേക്ക് ചെന്ന് കൊണ്ടാക്കിയ സംഭവം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൽപ്പന വന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നാണെന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും. അതിൽ ദൃഢവിശ്വാസം വേണം. ഭാര്യനെയും കുഞ്ഞിനെയും പിരിയേണ്ടി വന്നത് അത്യധികം ദുഃഖകരമാണ്. കുഞ്ഞിനെയും ഭാര്യനെയും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു.
അള്ളാഹുവേ, എനിക്ക് ഭാര്യനെ തന്നത് നീയാണ്, എനിക്ക് പുത്രനെ തന്നതും നീയാണ്, അവരെ സംരക്ഷിക്കുന്നതും നീ തന്നെയാണ് എന്ന് അള്ളാഹുവിനോട് തവക്കുൽ ചെയ്ത് മുമ്പോട്ട് പോയി. ഹാജറ ബീവി വിളിച്ചു ചോദിച്ചു, പോവുകയാണോ? സത്യമായും പോവുകയാണോ? നമ്മൾക്കിനി ആരാണുള്ളത്? ഹാജറ ബീവി പിന്നാലെ ഓടി പലതും വിളിച്ചു ചോദിക്കുന്നു. എന്താ മറുപടിയില്ലാത്തെ? ഇതിനാണോ നമ്മളെ കൊണ്ടുവന്നത്? ഇവിടെ ഉപേക്ഷിക്കണാണോ? നമ്മൾക്കാരാണുള്ളത്? ഒടുവിൽ ഒരൊറ്റ ചോദ്യം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഇതെല്ലാം? അതിന് മറുപടിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെ, മതി, ആ മറുപടി മതി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഞാൻ ഇതാ എൻ്റെ കുടുംബത്തിനെ ഇവിടെ ഇട്ടേച്ചു പോവുകയാണ് നിൻ്റെ വിശുദ്ധ ഭവനത്തിൽ. അവരുള്ളത് കഅബ ഷരീഫിൻ്റെ അടുത്താണ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ പ്രവാഹത്തിനാൽ അത് തകർന്നു പോയിരുന്നു. കഅബാലയം സന്ദർശിക്കാനായി പല കാലത്ത് പല ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആരും താമസിക്കുകയില്ല, കാരണം അവിടെ വെള്ളമില്ല. എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹും മോനും ഒറ്റക്ക് താമസിച്ചു. പൊന്നുമോൻ ദാഹത്തോടെ കരയാൻ തുടങ്ങി. എങ്ങനെ ആശ്വസിപ്പിക്കും? മാതൃഹൃദയം വേദനിക്കുന്നു, അസഹ്യമായ വേദന. കുഞ്ഞിൻ്റെ വായിൽ വെള്ളം ഒളിച്ചു കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം വേണം. എവിടെ നിന്ന് കിട്ടാനാ? മോൻ ദാഹിച്ച് കരയുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ലെന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഉമ്മയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കൂ. സമീപം തന്നെ ഒരു പർവ്വതം കാണുന്നു. അതിൻ്റെ മുകളിൽ കയറി നോക്കാം, എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ തിളക്കം കാണുന്നോ? വിളിച്ചു പറയാൻ ഒരു മനുഷ്യനെയെങ്കിലും കാണുന്നു? പ്രതീക്ഷയിലൂടെ മനസ്സ് നിയന്ത്രിച്ച് കുറേ നടന്നു. അതേ, ചരിത്രസാക്ഷിയായ സഫ മർവ. ഹാജറ ബീവിയുടെ പാത സഫയിൽ നടന്നു. സാഹസപ്പെട്ടു പർവ്വതക്കയറുകയാണ്. എത്തുന്നത്ര അകലത്തിലേക്ക് നോക്കി. നിരാശ മാത്ര. എവിടെയും വെള്ളമില്ല, മനുഷ്യന്മാരില്ല. തല കറങ്ങുന്നു, ദാഹം വർദ്ധിക്കുന്നു. വീണ്ടും നടക്കുകയാണ്. പിന്നീട് ഒരു പർവ്വതം കാണുകയാണ്. അതേ, മർവ. ഒരു തരത്തിൽ മർവയിലേക്ക് സമീപിച്ചു. ദാഹാജലം അന്വേഷിക്കുന്നു, ഒന്നുമില്ല. ഒരു പറവയെയും കണ്ടില്ല. വെള്ളമില്ലാത്ത സ്ഥലത്ത് പറവ എങ്ങനെ വരാനാ? ഒന്നുകൂടി സഫയിലേക്ക് നോക്കി, മർവയിലേക്ക് നോക്കി. അങ്ങനെ 7 തവണ സഞ്ചരിച്ചു, ഒന്നുമില്ല. അങ്ങനെ ക്ഷീണിച്ചു മോൻ്റെ സമീപത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അതെ, ജിബ്രീൽ നബി അലൈഹിസ്സലാം തൻ്റെ ചിറക് കൊണ്ടു ഭൂമിയിൽ അടിച്ചതാണത്. ആ ശബ്ദം, അവിടെ ഭൂമി പൊട്ടി വെള്ളമൊഴുകുന്നു. എന്തൊരു കാഴ്ച! ഒഴുകി നഷ്ടപ്പെട്ടുകൂടാ, അത്രയും വിലപ്പെട്ടതാണ് ഈ ജലം. ഹാജറ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംസം, നിൽക്കൂ. തടക്കെട്ടാൻ വെള്ളം തടഞ്ഞു നിർത്തി. കുഞ്ഞിൻ്റെ വായിൽ വെള്ളം കോരി ഒഴിച്ചു കൊടുത്തു. ദാഹം തീർന്നു, കരച്ചിൽ നിന്നു. ഉമ്മയും വെള്ളം കുടിച്ചു. ക്ഷീണ അകന്നുപോയി. അള്ളാഹുവിലേക്ക് സ്തുതിച്ചു. വെള്ളത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ പറവുകൾ ആകാശത്തിൽ വട്ടമിട്ട് കറങ്ങുകയാണ്. പറവകൾ വെള്ളം വയറ് നിറയെ കുടിച്ചു. ചിറകുകൾ അടിച്ച് പോയി. അവർ വയറ് നിറയെ വെള്ളം കുടിച്ചു കണ്ണടഞ്ഞു. അങ്ങനെ ഇരുവരും ഉറക്കത്തിലായി. ഇൻഷാ അല്ലാഹ് ഹസ്ര ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വിശുദ്ധമായി തന്നെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.